നമസ്കാരം. മഴക്കാലമായാൽ കളക്ടർമാരുടെ സോഷ്യൽ മീഡിയ പേജുകൾ വളരെ ആക്റ്റീവായിരിക്കും. അത് നൽകുന്ന നിർദ്ദേശങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിൽ വരുന്ന കമൻറ്റുകളും അതിന് നൽകുന്ന രസകരമായ മറുപടികൾ കൊണ്ടുമൊക്കെ വളരെ തമാശ തോന്നിക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് ഈ തമാശയൊക്കെ കൈവിട്ടു പോകും. അതാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ പേജിൽ സംഭവിച്ചിരിക്കുന്നത്. സ്കൂളുകൾക്ക് മഴയവധി പ്രഖ്യാപിക്കാത്തതിന് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് കുട്ടികളുടെ അസഭ്യവർഷവും ആത്മഹത്യാ ഭീഷണി സന്ദേശവും വരെ എത്തി. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചത്. അവധി പ്രഖ്യാപിക്കണമെന്ന നിർബന്ധത്തിൽ ഒട്ടേറെ ഫോൺ കോളുകളും കളക്ടർക്ക് ലഭിച്ചു. വിഷയത്തിൽ രക്ഷിതാക്കളെയും കുട്ടികളെയും വിളിച്ചു വരുത്തി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഉപദേശം നൽകി. ഇന്ന് അവധി തന്നില്ലെങ്കിൽ എൻ്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്നും അതിന് കളക്ടറായിരിക്കും ഉത്തരവാദിയുമെന്നെല്ലാം കുട്ടികൾ സന്ദേശം അയക്കുന്നുണ്ടെന്നും കളക്ടർ പറയുന്നു. അവധി തരാത്ത കളക്ടർ രാജിവെക്കണമെന്നതാണ് മറ്റൊരു കുട്ടിയുടെ സന്ദേശം. സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് അസഭ്യമായ രീതിയിൽ സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് കളക്ടർ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. സൈബർ സെല്ലിൽ പരാതി നൽകിയപ്പോഴാണ് സന്ദേശം അയച്ചതെല്ലാം 9ലും 10ലും പഠിക്കുന്ന കുട്ടികളാണെന്ന് മനസ്സിലായത്. ഇതിലെ 2-3 സോഷ്യൽ മീഡിയ ഐഡികൾ പരിശോധിച്ച് അവരുടെ രക്ഷിതാക്കളെ അടക്കം വിളിച്ചു വരുത്തി കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവധി കൊടുക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പരിശോധിച്ച് നൽകുമെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങൾ കണ്ടാൽ ഇനിയും കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്താനാണ് തീരുമാനമെന്ന് കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. കളക്ടർ എങ്ങനെയാണ് അവധി പ്രഖ്യാപിക്കുന്നത് എന്നതിൻ്റെ പ്രോട്ടോകോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും പ്രേംകൃഷ്ണൻ വ്യക്തമാക്കി. പേജുകളിൽ ഇങ്ങനെ ബഹളമുണ്ടാക്കി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുത് എന്നാണ് കളക്ടറുടെ അഭ്യർത്ഥന.